മറ്റൊരു ആക്രമണത്തിന്റെ വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കോഴിക്കോട് പ്രതിയെ പിടികൂടാനെത്തിയ പോലീസ് സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളാണ് പോലീസിന് നേരെ തോക്ക് ചൂണ്ടുകയും പന്നിപ്പടക്കം എറിയുകയും ചെയ്ത ആടി ഷമീറും കൂട്ടരുമാണ് പാലക്കാട് നിന്നെത്തിയ പോലീസ് സംഘത്തെ ഇത്തരത്തിൽ ആക്രമിച്ചത്. ഷഹദ് റഹ്മാൻ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഷഹദെ, എന്നിട്ട് ഈ പ്രതികളെ വലിയ സാഹസികമായി തന്നെയാണല്ലേ പോലീസ് കീഴടക്കാൻ സാധിച്ചത്? ഷിഹാസ്, 2025 ഡിസംബർ 6 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. മലപ്പുറം വണ്ടൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അലി എന്ന് പറയുന്ന പ്രവാസി വ്യവസായിയെ ഒരു സംഘം കാറിൽ വന്ന് തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. മുഖംമൂടി ധരിച്ചെത്തിയ സംഘമാണ് ഇയാളെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആരാണ് തട്ടിക്കൊണ്ട് പോയതിന് പിന്നിൽ എന്ന സൂചനകൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പോലീസിന് അദ്ദേഹം മൊഴി നൽകുകയും അതുമായി ബന്ധപ്പെട്ട് ഏകദേശം 10ലധികം ആളുകളെ പോലീസ് അന്ന് പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ കേസിൽ ഒളിവിൽ കഴിയുന്ന 4 പേരെയാണ് ഇന്ന് ഇപ്പോൾ പാലക്കാട് നിന്നുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോഴിക്കോട് മാവൂരിൽ വന്ന് പിടികൂടിയിട്ടുണ്ടായിരുന്നത്. പോലീസ് വരുന്നു എന്ന് മനസ്സിലാക്കിയ പ്രതികൾ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. പക്ഷേ പോലീസ് അതിസാഹസികമായിട്ടാണ് ഈ പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. ഈ പ്രതികളെ പിടികൂടാൻ വന്നിട്ടുള്ള പോലീസിന് നേരെ ഈ പ്രതികൾ തോക്ക് ചൂണ്ടുകയും ഒപ്പം തന്നെ പന്നിപ്പടക്കം എറിഞ്ഞ് അവിടെ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ അന്വേഷണ സംഘം ഈ 4 പേരെയും പിടികൂടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഇതിൽ ആട് ഷമീറും സംഘവുമാണ് ഈ 4 പേരിൽ അടങ്ങുന്ന സംഘം എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 4 പേരെ കൂടി പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പ്രവാസി വ്യവസായി ആയിട്ടുള്ള മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ ബാക്കി വരുന്ന 4 പ്രതികൾ, ആ പ്രതികളെയാണ് ഇപ്പോൾ കോഴിക്കോട് മാവൂരിൽ നിന്ന് പോലീസ് അതിസാഹസികമായിട്ട് പിടികൂടിയിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഒപ്പം തന്നെ ഈ പ്രതികൾക്കും പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ആട് ഷമീറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഈ ആട് ഷമീർ. ഇതിനു മുൻപും നിരവധി കേസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നതാണ്. പ്രത്യേകിച്ച് സമീപകാലത്ത് താമരശ്ശേരിയിൽ ഒരു വിവാഹ വാഹനം തടഞ്ഞു നിർത്തുകയും അതുമായി ബന്ധപ്പെട്ട് ആ വാഹനത്തിന് നേരെ ബോംബെറിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള 4 പേരെ കൂടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പിടികൂടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശരി ഷഹദ, അല്പം സാഹസികമായിട്ടാണെങ്കിൽ കൂടിയും കൊടും ക്രിമിനലുകളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്.